ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളുടെയൊക്കെ റിസൾട്ടുകൾ വന്നു, 10ാം ക്ലാസ്സും +2 ഒക്കെ റിസൾട്ടൊക്കെ വന്നു. ഇനി നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായ സ്കൂളുകൾ തുറക്കാൻ തുടങ്ങുകയാണ്, കലാലയങ്ങൾ തുറക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ ഇപ്പോൾ ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്ന വീടുകളിൽ ഏതു മേഖലയിലേക്കാണ് തങ്ങളുടെ മക്കൾ, തങ്ങളുടെ പേരക്കുട്ടി, തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോകുന്നത് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങൾ അവർ കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് സെഷനുകൾ, ക്യാമ്പുകൾ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വഴി തങ്ങൾക്ക് പറ്റിയ കരിയർ മേഖലയെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ, പരസ്യങ്ങളൊക്കെ കാണാം. ഈ സമയത്ത് നമ്മൾ ദീനിയായി ജീവിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ മഹല്ലിലുള്ള രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടുമാണ്. നമ്മുടെ മനസ്സിൽ ഈ വിഷയത്തിൽ 1-2 കാഴ്ചപ്പാടുണ്ടാവണം. ചിലപ്പോൾ നമ്മൾക്കാകില്ല, ജ്യേഷ്ഠത്തിക്കോ അനിയത്തിക്കോ കുടുംബത്തിലെ ആളുകൾക്കോ ഒക്കെ ആകാം. പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം, നമ്മൾക്കറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിന്റെ, ഏത് കോഴ്സാണോ ആ കോഴ്സിന്റെ ജോലിയുടെ വരുമാനം നമ്മൾക്ക് അറിയണം, ഏകദേശം അറിയണം. ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സിന്റെ അതുവഴി ലഭിക്കുന്ന ഒരു ജോലിയുടെ ഒരു വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനത്തെ പറ്റി നമ്മൾക്കൊരു ധാരണയുണ്ടാകണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ കാലഘട്ടത്ത് ഭൂരിപക്ഷം ആളുകളുടെയും വരുമാനം എന്നത് അവർ പഠിച്ച കോഴ്സിന്റെ ഭാഗമായി ചെയ്യുന്ന ജോലിന്റെ ഭാഗമാണ്. മുമ്പ് ഒരു 60% അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗൾഫിലേക്ക് ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കും, പിന്നെ ഗൾഫിലേക്കോ വിദേശത്തേക്കോ പോകും, അല്ലെങ്കിൽ വേറെ ഉപ്പയുടെ ബിസിനസിന്റെ കൂടെ അങ്ങനെ ചേരും. പുതിയ കാലഘട്ടത്തെ മക്കൾ അങ്ങനെയല്ല, അവർ തൊഴിലധിഷ്ഠിതമായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ജോലി, അതാണല്ലോ വരുമാനം. ആ വരുമാനം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഹലാലാകണം എന്ന് നമുക്ക് ഷാഠ്യം ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമ്പത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞ വാക്ക് അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹിന്റെ പ്രയോഗം വളരെ പ്രധാനമാണ്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു ഈ സമ്പത്തിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അടിത്തറയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം, ബാപ്പാനി ഇമ്മാനി നോക്കണമെങ്കിൽ പൈസ വേണം, മക്കളെ കുടുംബസമേതം ജീവിക്കാൻ അവർക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ പൈസ വേണം, വിവാഹം നടത്തണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ, മരുന്ന് വാങ്ങണമെങ്കിൽ, അങ്ങാടിക്ക് ഇറങ്ങണമെങ്കിൽ, ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഒരു കുപ്പി വെള്ളം കുടിക്കണമെങ്കിൽ പൈസ വേണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് സമ്പത്തിനെ വെച്ചത്. ആ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഹലാലായി മാറുമ്പോൾ ഈ ലോകത്ത് അള്ളാന്റെ ബർക്കത്തുണ്ടാകും,
പരലോകത്ത് സ്വർഗം ഉണ്ടാവും. എന്നാൽ അത് നമ്മൾക്ക് ഹറാമായി മാറുകയാണെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ജോലി ഉണ്ടാവും, പൈസ ഉണ്ടാവും, പക്ഷെ ഈ ലോകത്ത് അള്ളാന്റെ ബർക്കത്ത് നഷ്ടപ്പെടും, പരലോകത്ത് നമുക്ക് ശിക്ഷയും കിട്ടും. നമ്മുടെ ജീവിതം തന്നെ പടച്ചോന്റെ പക്കൽ നിന്ന് അകന്നു പോകും. ഈ ബോധ്യം എപ്പോഴാണ് ഉണ്ടാകേണ്ട രസങ്ങളെ? ഞാൻ വീണ്ടും പറയുന്നു, രക്ഷിതാക്കളും മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഓർക്കണം, ഇതെപ്പോഴാണ് നമുക്ക് ധാരണ ഉണ്ടാകേണ്ടതെന്നറിയോ? നമ്മളൊരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോഴാണ് ഉണ്ടാണ്ടി. ഒരു കോഴ്സിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞ്, സ്ഥാപനത്തിലൊക്കെ ചേർന്ന് കഴിഞ്ഞ് പഠിച്ച 2 കൊല്ലം കഴിയുമ്പോൾ ഒരു ഖുത്ബ കേട്ട്, പടച്ചോനെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന കോഴ്സ് അള്ളാഹ് അനുവദിച്ചതല്ലല്ലോ എന്ന് വേവലാതിപ്പെടുന്ന 100-ലധികം കുട്ടികളെയും കുടുംബത്തെയും കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ഒരിക്കൽ പോലും വെറുതെ ഒരു പക്വതല്ലാതെ, ജാഗ്രത അല്ലാതെ നാട്ടിലെല്ലാവരും പോണൊരു കോഴ്സ്, നമ്മുടെ ടിവിയിൽ വരുന്ന ട്രെൻഡിന് വരുന്നൊരു കോഴ്സ്, ഏതെങ്കിലും സിനിമാ നടൻ 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ് അറിയുമ്പോഴേക്കും ആ കോഴ്സ്, ഏതെങ്കിലും ഒരു പാട്ടുകാരൻ കയ്യുമേൽ വാച്ച് കെട്ടിയാണ്ട് ഇങ്ങനെ എന്നാണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് പറയുമ്പോഴേക്കും ആ കോഴ്സ്. അങ്ങനെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ഒരു കളിപ്പാവയായി ജീവിക്കേണ്ടവരല്ല. നമ്മൾക്ക് നമ്മുടെ കാലിബർ, നമ്മുടെ സാഹചര്യം, നമ്മുടെ വരുമാനം അതൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോഴും ഞാൻ ഈ കോഴ്സിൽ ചേർന്നാൽ എത്തിപ്പെടുന്ന എനിക്ക് ലഭിക്കുന്ന വരുമാനം അത് നിഷിദ്ധമാകരുത് എന്ന മിനിമം ഗ്യാരണ്ടി നമുക്കുണ്ടാകണം. പ്രവാചകന്റെ ഒരു വചനം വളരെ മനോഹരമായ വചനാണ്. പ്രവാചകൻ പറഞ്ഞു, നിഅമൻ, എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്, എന്തൊരു ബർക്കത്താണ്, ബിമാലി സ്വാലിഹ്, നല്ല പൈസ, നല്ല പണം, നല്ല സമ്പത്ത്, എത്ര മനോഹരമാണ്. അടുത്ത വാക്കെന്നറിയോ? ലിർറജുലി സ്വാലിഹ്, അതൊരു നല്ല മനുഷ്യന്റെ കയ്യിലും കൂടി ആയാലോ. ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ, ആ നല്ല മനുഷ്യനും നല്ല സമ്പത്തുമാകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും ആദ്യവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടി. രക്ഷിതാക്കളെ കുട്ടികൾ ചിലത് പറയും, മക്കളോട് പറയും നമുക്ക് പരിഗണിക്കട്ടോ, എന്നിട്ടൊന്ന് അന്വേഷിക്കുക ഇതുവഴി എന്താ ജോലി കിട്ടുക. സഹോദരങ്ങളെ, ഞാൻ എത്രയോ കുട്ടികൾ അവർ ചെയ്യുന്നൊരു കോഴ്സ് തിരഞ്ഞെടുത്തു, ചങ്ങൈമാരൊപ്പം കൂടിയിട്ട് എല്ലാവരും മഞ്ചേരിക്കോ ഒരു കോഴ്സ് ചെയ്തു. കുറച്ചാൾക്കാർ കോയമ്പത്തൂർ പോവുക, ചില ആൾക്കാർ UK നല്ല സംഭവമാണെന്ന് പറയും, 2026 എഴുതാൻ തുടങ്ങും, അപ്പോഴേക്ക് അവിടുത്തെ നിയമം മാറും. എന്താണോ കൂട്ടുകാരും ചങ്ങായിമാരും പറയണത് അതിന്റെ അപ്പുറത്ത് സ്വന്തമായൊരു പക്വതയും കാഴ്ചപ്പാടും ഇല്ലെങ്കിൽ ഹലാലോ ഹറാമോ ജീവിതത്തിൽ വേർതിരിയാതെ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുക, എത്രയോ കൂട്ടുകാർ അവരൊരു കോഴ്സ്, നല്ല പഠിക്കുന്ന കുട്ടിയാര് അവരൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് ആ കോഴ്സിന്റെ അവസാനം അവരുടെ ജീവിതത്തിൽ അവരുടെ ജോലിയായിട്ട് തന്നെ അവർക്ക് പരീക്ഷ എഴുതുന്ന ജോലി കിട്ടി എത്രയോ കുട്ടികളുണ്ട്. അവരുടെ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് ഖുത്ബയ്ക്ക് ശേഷം, ക്ലാസിന് ശേഷം, റമദാനിൽ അവസാനത്തെ 10 അള്ളാന്റെ മാർഗത്തിൽ തൗബ ചെയ്യണമെന്ന് പറയുമ്പം വന്നിട്ട് ഞാൻ ചെയ്യുന്ന ജോലി ഇന്ന ജോലിയാണ്, എന്താ നീ ചെയ്യാ സൗങ്ങളെ? അവർ പറയുമ്പോ എന്താ അറിയോ? നമുക്ക് എന്തൊരു സങ്കടാണ്. ഒരു മനുഷ്യൻ 10, 35, 40 വയസ്സാകുക, എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ ഹദീസ്, അള്ളാഹ് ശപിച്ചു മൻ, ഒരുത്തനെ അള്ളാഹ് ശപിച്ചു പറഞ്ഞ പിന്നെ എടുക്കാല്ല, പടച്ചോൻ ശപിച്ചു എന്ന് എടുക്കാല്ല. ഏതെങ്കിലും ബാലരമയിലെ കഥാപാത്രം പോലെ ശപിച്ചു പോട്ടെ, അങ്ങനത്തെ വാക്കല്ല. അള്ളാഹ് ശപിച്ചു പറഞ്ഞാൽ പടച്ചോൻ എന്നെ പരിഗണിക്കൂല, സ്വർഗം കൊടുക്കൂല. മൻ, ഒരുത്തനെ ആക്കിലി റിബ, പലിശ തിന്നുന്നവൻ, വമൂക്കിലഹു, തീറ്റിക്കുന്നവൻ. അടുത്ത വാക്കെന്താ അറിയോ? വകാതിബഹു, അതിന്റെ കണക്ക് എഴുതുന്ന ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്നവൻ. അത് ഇന്റെ അഞ്ചനാണെങ്കിൽ ഇന്റെ അഞ്ചനിൽ പെട്ടു എന്നാണ്. അതിന്റെ അഞ്ചനാണെങ്കിൽ ഇന്റെ അഞ്ചൻ പെട്ടു. അത് ഞാൻ നാട്ടിലെ കുറെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഹലാലാക്കാൻ നിൽക്കണ്ട, എനിക്കറിയാലോ ഇതിന്റെ ഹദീസിന്റെ അർത്ഥം, നമ്മക്കറിയാലോ. അടുത്ത വാക്കെന്താ? ഷാഹിദൈഹി, അതിന് ഞാൻ വാങ്ങണില്ലെങ്കിലും സാക്ഷിയായിട്ട് എന്റെ ചങ്ങായല്ലേ, മൂത്താപ്പാന്റെ കുട്ടിയല്ലേ, പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ, ഞങ്ങളുടെ ഒരു കമ്പനിക്കാരല്ലേ, ഞങ്ങളുടെ ഒരു പാർട്ടിയല്ലേ, ഷാഹിദൈഹി, സാക്ഷി നിൽക്കണം. കുല്ലുഹും സബ, ശിക്ഷയുടെ വിഷയത്തിൽ 4 പേരും സമാനമാണ്. ഇങ്ങനെ പറഞ്ഞ ഹദീസ് ഉണ്ടാകുമ്പോൾ നമ്മളോട് തോന്നുന്നു നിന്റെ കുട്ടി ഓനെന്തൊക്കെ ഒരു കോഴ്സിന് ഇരുന്നിക്കണ്, അതിന്റെ അവസാനം അക്കൗണ്ടിങ് ഒരു കുഴപ്പമില്ല കേട്ടോ, ഇസ്ലാം അനുവദിച്ചാണ്. ആ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായി സ്പെസിഫൈ ചെയ്യുമ്പം അതിൽ ലാസ്റ്റ് കിട്ടുക ഈ ജോലിയാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് പാടില്ല, ബാക്കി നമുക്ക് പാടുണ്ട് എന്ന് പറയാനുള്ള തീരുമാനം നമുക്ക് ഉണ്ടാകണം. ഇതില്ലെങ്കിൽ നമ്മുടെ വരുമാനം, വീണ്ടും വീണ്ടും പറയുന്നു, എത്ര ഗൗരവത്തിൽ ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല, നമ്മളുടെ ജീവിതത്തിന്റെ മുച്ചൂടും ഒരു വേള പടച്ചോന്റെ അനിഷ്ടത്തിന് കാരണമാണ്. ഒരു കാര്യമാണ്, വിവരമില്ലാതെ പക്വതയില്ലാതെ തോന്നിയ പോലെ ഒരു കോഴ്സ് എടുത്താണ് ലാസ്റ്റ് ഏതായാലും പായില്ലേ എന്ന് പറയുന്നത്. അയിമക്ക് നിൽക്കരുത്, നമ്മുടെ മഹലിൽ നിൽക്കരുത്. കുട്ടികളോട് പറയണം, മക്കളെ ദയവ് ചെയ്ത് ദീനിന്റെ കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സിന്റെ അവസാനം നമുക്ക് ലക്ഷ്യമെങ്കിലും ഉണ്ടാകണം. ഇന്നത് നമ്മൾക്ക് കിട്ടണം, ഇന്നതാകണം. നമ്മുടെ വിദേശത്ത് പഠിക്കുന്നതിന്റെ കൂടെ ജോലി ചെയ്യുന്ന
പഠിക്കുന്നതിന്റെ കൂടെ ഞാനൊരു തവണ മിമ്പറിൽ സംസാരിച്ചാണ്, സാന്ദർഭികമായിട്ട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാൻ, പഠിക്കുന്നതിന്റെ കൂടെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ അവൻ പഠിച്ച കോഴ്സാണ്. ആ കോഴ്സിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന ഗസ്റ്റുകൾക്ക്, സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ജോലിയാണ്. അങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അതിൽ അവന് എടുത്തു കൊടുക്കേണ്ട ജോലി എന്താ അറിയോ? ഭക്ഷണം എടുത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അവൻ ലഹരിയുടെ സാധനം കൂടി എടുത്തു കൊടുക്കണം. ഓൻ ഉപയോഗിക്കണ്ട, അവൻ ഉപയോഗിക്കണം, പക്ഷെ പൊട്ടിച്ചു കൊടുക്കണം, ഒഴിച്ചു കൊടുക്കണം. ഓന്റെ ജോലിന്റെ ഭാഗമാണ്. അവൻ നാട്ടിൽ നിന്ന് പഠിച്ച കോഴ്സിന്റെ ജോലിന്റെ ഭാഗമാണ്. അതല്ലാത്ത മേഖലയുണ്ട്, പക്ഷെ ഒരു കിട്ടിയത് അതാണ്. അവിടെ നിന്ന് വിളിച്ചു, വിദേശത്തു നിന്ന് വിളിച്ചു, ഞാൻ ചെയ്യുന്ന ജോലി ഇന്നതാണ്, ഇത് നമുക്ക് പറ്റുമോ? അവനത് ചോദിക്കാൻ കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ ക്ലാസ് എടുത്ത സമയത്ത്, കുട്ടിയായിരുന്നപ്പം ക്ലാസ് എടുത്ത സമയത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് നബി 10 പേരെ അള്ളാഹുവും പ്രവാചകനും ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെടുത്ത് കുടിക്കുന്നവൻ, കുടിപ്പിക്കുന്നവൻ, ഓരോന്നും അത് ഹാമിലാലൈഹ, അത് വഹിക്കുന്നവൻ, ആക്കിലു സമനിഹ, അതിന്റെ ഏതെങ്കിലും ഒരു വരുമാനം ഭുജിക്കുന്നവൻ. അപ്പൊ ഞാനിത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പം ഞാൻ അതിന്റെ വരുമാനം പറ്റല്ലേ, അതെനിക്ക് പറ്റുമോ? ഈ ചോദ്യം ആ കുട്ടിക്ക് ഈമാൻ ഉണ്ടായതുകൊണ്ട് ചോദിച്ചു. ശരി, അങ്ങനെ അവൻ എത്തിപ്പെടുമ്പം നമ്മളൊരു കോഴ്സിന് പൈസ എടുക്കുമ്പം ബാപ്പാരന്മാരെ നമ്മൾ പറയണം, മോനെ ഇതിന്റെ അവസാനം പടച്ചോൻ ഇഷ്ടപ്പെട്ടൊരു ജോലി ആകനട്ടോ, അനക്ക് ഉറപ്പില്ലേന്നെങ്കിൽ നമ്മൾ പറയാനുള്ളൊരു ഗഡ്സ് നമുക്കുണ്ടാണ്. കുട്ടികളെ തെരഞ്ഞെടുക്കുമ്പോ എല്ലാവരും പാടെ റംഷീൻ എങ്ങനെയാണ്, സുബീൻ എങ്ങനെയാണ്, ഫാത്തിമ എങ്ങനെയാണ്, ഞങ്ങൾ 4 5 ഒന്നിച്ച് ബെഞ്ചും വരുന്നതാണ്, അതുകൊണ്ടൊരു കോഴ്സ് അവർക്ക് 2 ദിവസം കൊണ്ട് തീരുമാനമാവും. പക്ഷെ നമ്മൾക്കുണ്ടാകുന്ന വരുമാനം ഹലാലാകണമെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം, അല്ലെങ്കിൽ ജീവിതം പോവും. ഇത് നമ്മൾക്ക് പ്രത്യേകിച്ച് ഞാൻ പുതിയ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ വരാൻ, നല്ലവരായ പെൺകുട്ടികളെ നിങ്ങൾ നന്നായി പഠിക്കണം, അൽഹംദുലില്ലാഹ് ഉന്നതിക്കെത്തണം, നാട്ടിൽ മാതൃകയുള്ള കുട്ടികളാണ്. അത്രയും സന്തോഷവാനാണ്. ഞാൻ അധ്യാപകനാണ്. പഠിക്കണം എന്ന് കുട്ടികൾ നന്നായി പഠിക്കണമെന്ന് വാശിയുള്ള അധ്യാപകനാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം, ആൺകുട്ടികളും പഠിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ വരുമാനം ഹറാമാകുന്ന ഒരു പഠനം ബർക്കത്തുണ്ടാവില്ല, പരലോകം പോവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ, ഓൺലൈനും ഓഫ്ലൈനൊക്കെ ആയിട്ട്. ഒക്കെ നമുക്ക് പരിശോധിക്കാം. ഞാൻ വീണ്ടും പറയണം, ഒക്കെ പരിശോധിക്കാം. അതിന്റെ എൻഡിങ് എന്താണ്? ആ ജോലി നമുക്ക് സംശയമുണ്ടോ? ഖത്തീബിനോട് ചോദിക്കാം, പണ്ഡിതന്മാരുടെ എടുക്കുക. നമ്മളെ മുഴുവൻ ആലിമീങ്ങളുടെ നമ്പർ ഒരു പള്ളിക്കമ്മനോട് ചോദിച്ചാൽ കിട്ടും. അറിവുള്ള വിജ്ഞാനമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കുക, ഇന്നതാണിത്. അപ്പൊ ഒരു പറയും, ഇങ്ങനെ കോഴ്സ് ഞങ്ങൾ കേട്ടിട്ടില്ല, ആ പുതിയതാണെങ്കിൽ എന്നാ ഒരാഴ്ച കൊണ്ടൊന്ന് പറഞ്ഞില്ലെങ്കിൽ 3 ദിവസം കൊണ്ട് പറയും. അവരന്വേഷിച്ച് പറഞ്ഞുതരും. പറഞ്ഞു തന്നെ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. പറഞ്ഞു തരും, അല്ലെങ്കിൽ അറിയുന്ന പണ്ഡിതന് നമ്പർ കൊടുക്കും. ഇതെന്താ നരസങ്ങളെ, നമ്മുടെ നാട്ടിൽ എത്രയോ പെൺകുട്ടികളുണ്ട്, അവര് മഫ്തിയും പറഞ്ഞൊക്കെ ആയിരിക്കും. അവരുടെ ജോലി എന്തായിരിക്കും അറിയോ? ഒരു പെൺകുട്ടിയെ, ഒരു മുതിർന്നതാകട്ടെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ആളുകളുടെ മുന്നിൽ അണിയിച്ചൊരുക്കി പ്രദർശിപ്പിക്കുന്ന ജോലി വരുമാനാക്കി ഏറ്റെടുക്കുക. അതെങ്ങനെ സുഖങ്ങളെ ഇസ്ലാമിയായിട്ട് പടച്ചോൻ എങ്ങനെ അനുവദിക്കുക? അള്ളാഹു ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, ഒരു സഹോദരി ചെയ്യാൻ പാടില്ല എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞ മുഴുവൻ കാര്യവും എന്റെ ജീവിതത്തിലെ വരുമാനത്തിന് വേണ്ടി ചെയ്യുക. എന്താണ്? ശരീരത്തിൽ ഒരു സഹോദരിയെ നിർത്തുക. പറയുന്നതിന് നല്ല ലജ്ജുണ്ട്, പക്ഷെ ആ ജോലി അതായതുകൊണ്ട് ശരീരത്തിന്റെ മാറിടം വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടി അവിടെ കുറെ കാര്യം ചെയ്യുക. പിൻഭാഗം വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടി അവിടെ കുറെ കാര്യം ചെയ്യുക. ശരീരത്തിൽ മുഴുവൻ ബാക്കിയുള്ളവർക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി കുറെ പെയിന്റും കുറെ സംഗതികളും ചെയ്യുക. അവസാനം പിരികൊക്കെ ത്രെഡ് ചെയ്ത് ചുണ്ടുഭാഗമൊക്കെ ബാക്കി മുടിയൊക്കെ കളർ ചെയ്ത് ആളുകൾ വരുമ്പോ അവരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശന വസ്തുവായി ഈ വെപ്പിക്കുന്ന ജോലി ഉണ്ടല്ലോ, അതിന്റെ കുട്ടിന്റെ വരുമാനാകുക. അതെങ്ങനെ സുഖങ്ങളെ ഇസ്ലാമിയായിട്ട് അനുവദിക്കുക? ഖുർആന്റെ ആയത്താണ്, വലാ തബർറുജിന തബർറുജൽ ജാഹിലിയത്തിൽ ഊല. അബൂജഹലിന്റെ കാലഘട്ടത്തെ സ്ത്രീകൾ സ്വന്തം ശരീരം അണിഞ്ഞൊരുങ്ങി എല്ലാവരും എന്നെ നോക്കൂ, ഇതാ അതിനു വേണ്ടി ഞാൻ മൂക്കുത്തുത്തിക്കണ്, അതിനു വേണ്ടി ഞാൻ കളറൊടുത്തിക്കണ്, അതിന് വേണ്ടി ഞാൻ അരപ്പട്ട കെട്ടിക്കണ്, അതിനു വേണ്ടി ഞാൻ ശരീരത്തിന്റെ പല ഭാഗവും നിമ്നോന്നതികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്ന അള്ള ശപിച്ച ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകളെ പോലെ നിങ്ങൾ പുറത്തേക്ക് ഇതുപോലെ അണിഞ്ഞൊരുങ്ങി ജീവിക്കരുത്. ഖുർആന്റെ ആയത്താണ്. ആ ജോലി ചെയ്യാറുന്നാലോ നമ്മളെ കുട്ടി മഫ്തിയായിരിക്കും. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞോ, റീൽസുകൾ മുഴുവൻ അങ്ങനെയാണ്. മഫ്തയും പർദ്ദയിടുന്നു, അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. ചോദ്യം എന്താ അറിയോ? ബാക്കിയുള്ളവരെ മഫ്ത ഊരി പർദ്ദ ഊരി അവരെ എന്തിനാണോ പടച്ചോ നിരോധിച്ചത്
അത് ചെയ്യുന്ന ജോലി അത് പാടില്ല, പാടില്ല, ദയവ് ചെയ്ത് പാടില്ല. കാരണം നമ്മുടെ വരുമാനം അങ്ങനെ ആകാനേ പാടില്ല. അള്ളാന്റെ ആയത്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്. പ്രവാചകൻ സഹോദരിമാരെങ്ങനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു, ഷർറു നിസാഇക്കും, സുദീർഘമായ ഹദീസാട്ടോ. ആദ്യം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരിമാരാറ്. രണ്ടാമത് റസൂൽ പറയാൻ ഷർറു നിസാഇക്കും, സഹോദരിമാരെ, നല്ലവരായ എന്റെ മക്കളെ, പെൺകുട്ടികളെ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സഹോദരിമാർ ഒന്ന് അൽ മുത്തബർരിജാത്തുൻ, ബാക്കിയുള്ളവരുടെ മുന്നിൽ പ്രദർശന വസ്തുവായി ഇങ്ങനെ നിന്നൊടുക്കുക. അപ്പൊ അതിന്റെ ആ പ്രദർശിപ്പിക്കണ കാര്യം ചെയ്തു കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളോ അതിന്റെ ഭാഗമായി ചെയ്യരുത്. ഇതെന്തിനങ്ങനെ പറഞ്ഞറിയോ? ചിലപ്പോ ഒരു മനക്കുത്തുണ്ടാവും. ഭാവിയിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഓരോ റമളാനിൽ നോമ്പോക്കുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. പടച്ചോനെ അന്ന് ആ ഖുത്ബ കൊണ്ട് ഒഴിവാക്കിയതുകൊണ്ട് ഇന്ന് പടച്ചോന് മുന്നിൽ ധൈര്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാലോ. കഴിയില്ല. അള്ളാഹു നമുക്ക് തന്ന വലിയ സൗഭാഗ്യമാണ് ഈ സ്വർഗം. നമ്മൾ ഈ മഹലിലൊക്കെ ജീവിക്കാന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് ചെറിയ ദുനിയാവിന്റെ നിസ്സാരമായ കാര്യത്തിന് പേരിൽ കൊണ്ടുപോയി കളയരുത്. പുതിയ കാലഘട്ടത്തെ ഞാൻ യുവാക്കളോട്, യുവാക്കളെ, സമ്പത്ത് എന്ന് പറഞ്ഞ ജീവിക്കാൻ മാത്രമല്ല. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ അറിയോ? ലാ യസാലു ഖദമ അബ്ദിൻ, നാളെ പരലോകത്ത് അല്ലാഹു ഒരു കാല് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കൂല. ഹത്താ യസ്അൽ അർബഅ, മറ്റേ ഹദീസിൽ 5 4 കാര്യത്തെ പറ്റി ചോദിക്കാതെ. അതിലൊന്നെന്താ? നമുക്കറിയണതാണ്. അതിലൊന്നെന്താണ്? മിൻ വമാലിഹി മിൻ ഐന ഇക്തസബഹു, എവിടുന്നാ സമ്പാദിച്ചത്. പുതിയ കാലം, യുവാക്കളോട് പറയാൻ, പുതിയ കാലം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നല്ല എഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന ആളുകളാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. നമുക്ക് നമ്മുടെ ഖുത്ബകൾ, ക്ലാസുകൾ, കുടുംബ സംഗമങ്ങൾ, അതേപോലെ നല്ല കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. പക്ഷെ എഡിറ്റിങ്ങിനെ ടോപ്പ് ആകുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞാൽ കാണാം പിന്നെ നേരെ പോണ ഫീൽഡ് ഏതറിയോ? പിന്നെ നേരെ സിനിമാ ഫീൽഡ്. പിന്നെ പോയി ഒരു ഡോക്യുമെന്ററി ഒക്കെ ചെയ്ത്, ഡോക്യുമെന്ററി കുഴപ്പമില്ല, പക്ഷേ അതിന് ശേഷം പിന്നെ ഒരു ഷോർട്ട് ഫിലിമായി, പിന്നെ അതിന്റെ ഡയറക്ടറായി, പിന്നെ അതിന്റെ തിരക്കഥാകൃത്തായി, പിന്നെ അതിന്റെ പിന്നണി പ്രവർത്തകനായി, പിന്നെ അതിന്റെ പാട്ടുകാരനായി. ആണും പെണ്ണും ഒരുമിച്ച് നഗ്നതയോ അല്ലാത്തതോ ആയത് പരസ്പരം കട്ട് ചെയ്ത് അവനാന്റെ ജീവിതത്തിൽ നാട്ടുകാർക്ക് മുഴുവൻ പ്രദർശിപ്പിക്കുന്ന ഈ വരുമാനം എന്ന് മുതൽ ആ തൗഹീദുള്ളവർക്ക് ഹലാലായത്? ഞാൻ ബോധ്യത്തിലാണ് ചോദിക്കുന്നത്. എന്നാ തൗഹീദുള്ളവർക്ക് ഹലാലായത്? മദ്രസയുടെ മീറ്റിംഗില് ഒരു നാട്ടിൽ മദ്രസയുടെ വാർഷികത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോ അവരുടെ ഡയറക്ടറെ ആദരിക്കുന്നു. മതപ്രഭാഷണം, ദീനീ പ്രഭാഷണം, ഡയറക്ടർ ആദരം. അവരുടെ ദാനം എന്താ അറിയോ? നമ്മളെ സാധുക്കളാട്ടോ, അവരെ കുറ്റം പറയില്ല. അവരുടെ ദാനം എന്താ അറിയോ? അദ്ദേഹം ഈ നിൽക്കുന്ന യുവാവ് ഏതൊരു കമ്പിന്റെ ഡയറക്ടറാണ്. നോക്കുമ്പോ അല്ല, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടറാണ്. ആൾക്കാരെല്ലാം കൂടി പറഞ്ഞു സ്വീകരണം. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കിൻ, നമ്മൾ ആലോചിച്ച് നോക്കിൻ, നമ്മുടെ ജീവിതത്തിൽ സിനിമാ ഫീൽഡ് അതിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം ഒരായത്ത് കൊണ്ട് അത് ഹലാലാണ് എന്ന് തെളിയിച്ചാൽ, ഒരായത്ത് കൊണ്ട് ഹലാലെന്ന് തെളിയിച്ചാൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. പിന്നെന്താ അറിയോ? പുതിയ കാലാണ്. പുതിയ കാലം എഡിറ്റിങ്ങിനും ഈ പറഞ്ഞ സംഗതിക്കും ദീനിന്റെ മാർഗത്തിൽ ആയിരക്കണക്കിന് സാധ്യത ഉണ്ട്. ആയിരക്കണക്കിന് സാധ്യത. എന്താ സാധ്യതയ്ക്ക് മനസ്സ് പോകാത്ത? എന്താ സിനിമ മാത്രം കാണുന്നത്? എന്തേ കാരണമാണറിയോ? താല്പര്യത്തിലേക്ക് ശൈത്താൻ വിളിക്കാണ്. നമ്മുടെ നാട്ടിലുള്ള ദീനിയായ എത്ര വലിയ പണ്ഡിതന്മാർ ഇപ്പൊ കഴിഞ്ഞ ഹജ്ജ് മുഴുവൻ ഓൺലൈനിൽ ഇതേപോലെ നമ്മളെപ്പോലെ ചെറുപ്പക്കാരായ യുവാക്കൾ അറഫയിലെ നൃത്തവും ജംറയിലെ കല്ലെറിയലും മിനായിലെ രാപ്പാർക്കലും സഅയും തവാഫും അവർ എഡിറ്റ് ചെയ്ത് ലോകത്തിന്റെ മുന്നിൽ കാണിക്കണ്ടല്ലോ. ലക്ഷോപലക്ഷം മനുഷ്യർ കണ്ടിനെ കൂടിയിട്ടുണ്ടല്ലോ. നമുക്ക് മാത്രം എന്താണ്? ചാടുന്നതും ആടുന്നതും മാത്രം എഡിറ്റ് ചെയ്താലേ നമ്മുടെ കപ്പാസിറ്റി ശരിയുള്ളൂ. അത് നമ്മുടെ കൂട്ടുകാർ നമുക്ക് ഉണ്ടായി കൊടുത്താൽ ടൈറ്റിൽ എഴുതുക, സംവിധാനം മുസ്ലിം പേര്, പിന്നണി ഗായകർ മുസ്ലിം പേര്, എഡിറ്റിംഗ് മുസ്ലിം പേര്. ആരാണി മുസ്ലിം? നമ്മുടെ വീട്ടിക്ക് വരുന്നത്. ശരിയാകൂല. നമ്മൾ ശരിക്ക് പറയണം, ശരിയാവൂല. ഇത് കുറ്റപ്പെടുത്തി സംസാരിക്കല്ല. നമ്മുടെ വീടും നമ്മുടെ വരുമാനവും പടച്ചോൻ ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ തലമുറയാണ് പടച്ചോൻ പിടികൂടുക. തലമുറയെ നമ്മൾ ശരിക്കും ബോധ്യം ഉണ്ടാകുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ എടുക്കുന്ന കോഴ്സ്, എന്ത് കോഴ്സ് ആയിക്കോട്ടെ, അതിന്റെ വരുമാനത്തെ പറ്റിയൊരു ധാരണയുണ്ടാകണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? രക്ഷിതാക്കളോട് കൂടി പറയാൻ, വിദ്യാർത്ഥികളോടും, നമ്മൾ പോകുന്ന ക്യാമ്പസ് സ്ഥലം, നമ്മുടെ കുട്ടി പഠിക്കണ, പേരക്കുട്ടി പഠിക്കണ, മരുമകൾ പഠിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ ജേഷ്ഠത്തിയോ അനിയത്തിയോ പഠിക്കുന്ന ക്യാമ്പസ് സ്ഥാപനം, അത് മിനിമം ഇസ്ലാമികമായി ജീവിക്കാനുള്ള കാര്യമെങ്കിലും അവിടെ ഉണ്ടാകണം. മിനിമം. ഞാൻ പറഞ്ഞ ഭയങ്കര ഭക്തല്ല, മിനിമം. സഹോദരങ്ങൾ, എന്താ പറയാൻ കാര്യം തരും? നമ്മളെ ആഗ്രഹം എന്താ? അപ്പൊ ഇന്ത്യങ്ങളൊക്കെ ആഗ്രഹം, നമ്മൾ നേർക്ക് നേരെ, ഞാനും ആപ്പിയാണല്ലോ, നമ്മളൊക്കെ ആഗ്രഹം എന്താ? നമ്മളെ കുട്ടികൾ നന്നാണം.
ഞാൻ ഈ പുതിയ കാലഘട്ടത്തിൽ രക്ഷിതാക്കള് സ്കൂളിൽ വന്ന് പറയണതും എന്തിനേറെ അറിയും, നമ്മളെ എൻട്രൻസ് കോച്ചിങ്ങിന് ഇസ്ലാമിക മര്യാദയുള്ള ക്യാമ്പസുകളിൽ എൻട്രൻസ് കോച്ചിങ്ങിന് കുട്ടികളെ ചേർത്തിട്ട് രക്ഷിതാക്കൾ എന്നിട്ട് പറയും, എൻട്രൻസ് പഠിക്കാൻ വലിയ റാങ്ക് കിട്ടാൻ മാത്രം കപ്പാസിറ്റി ഒന്നും കുട്ടിക്കില്ല, പക്ഷെ ഞാൻ കൊണ്ടുപോയി ചേർക്കണം എന്തിനറിയും മൗലവി, ആ ക്യാമ്പസ് സെറ്റപ്പാണ്. എൻട്രൻസും ഒന്നും കിട്ടിയില്ലെങ്കിലും 3-4 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴേക്കും ദീനിയാകുമല്ലോ, അത് മതി, അങ്ങനെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവിടെ നമ്മുടെ നല്ല കുട്ടികളെ നമ്മൾ ശരിക്കും ആലോചിക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കൾ പറഞ്ഞ സ്ഥിരം വാക്കുണ്ട്, +2 വരെ നമ്മളെ നാട്ടിലാവും ഓള് പഠിച്ച് ഉഷാറൈനി മാഷെ, ഞങ്ങൾ വിളിച്ച പള്ളിക്കുണ്ടാവും, ഇവിടുത്തെ ഉദയത്തിന്റെ കാര്യത്തിനുണ്ടാവും, നമ്മുടെ MSMന്റെ പരിപാടിക്കുണ്ടാവും, ISMന്റെ പരിപാടിക്കുണ്ടാവും, ഒക്കത്തിനുണ്ടാവും. ഇവിടെ വലിയ പരിപാടി വെച്ച ഓനോട് പറഞ്ഞവും വരുന്നു, വല്യാപ്പാനെ കൊണ്ടുപോകാണ്ടാവും, വല്യമാനെ കൊണ്ടുപോകാണ്ടാവും. ഓൻ ഇവിടുന്ന് പോയി, ഞങ്ങൾ വലിയ അതിർപ്പത്ത് കൊണ്ടാക്കിയത് അവിടെ. ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഞാൻ വിളിക്കണം, പറഞ്ഞാൽ തന്നെ എന്തിനാ ഇപ്പൊ നിസ്കാരം എന്നൊക്കെ ചോദിക്കണ്. ഓളാകെ മാറി, ഓൾ ഇവിടുന്ന് പോയപ്പോഴുള്ള വേഷല്ല, ഓൾക്ക് ഇപ്പൊ പള്ളിക്കൊക്കെ തന്നെ വരണമെന്നില്ല. ചോളത് നമ്മൾ ശരിക്ക് പുതിയ കാലത്ത് ഇതില്ലേ ഉണ്ടാകുമ്പോ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കണ്ടേ, ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കണ്ടേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമേ മകന് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ശരിക്ക് നമ്മൾ കേൾക്കണം. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന അള്ളാഹുവിനോട് പറയട്ടോ, പടച്ചോനെ ഒന്നാമത്തെ വാക്കിട്ടോ, ഞാനിതാ എന്റെ മകനെ റബ്ബന അല്ലാഹുവേ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറു ദീ സറഇൻ, ഒരു കൃഷിയുമില്ലാത്തൊരു താഴ്വരയിലാണ് ഞാൻ എന്റെ മകൻ ഇസ്മായിലിനെയും ഹാജറ ബീവിയെയും ഉപേക്ഷിക്കണേ. ഈ വാചകം മനസ്സത് പോരുത് കേട്ടോ. അല്ലാഹുവേ ഒരു മനുഷ്യനുമില്ലാത്ത ഒരു സ്ഥലത്താണ് എന്റെ കുട്ടിനെ പെണ്ണുങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോണത്. അടുത്ത വാക്ക് കേട്ടോ, അടുത്ത വാക്ക് ഇൻദ ബൈത്തിക്കൽ മുഹറം, പക്ഷെ ഹറം എടുത്തുണ്ട്. അതുകൊണ്ട് വാക്കിട്ടോ, അതുകൊണ്ട് റബ്ബനാ ലിയുഖീമുസ്സലാ, അതുകൊണ്ട് പടച്ചോനെ നീ എന്റെ കുട്ടിയെ നിസ്കാരം നിലനിർത്തുന്ന കുട്ടികളിൽ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അങ്ങാടി ഉണ്ട്, ഇങ്ങനെ വലിയൊരു അങ്ങാടി ഉണ്ട്. ഈ അങ്ങാടിയിൽ ഇവിടെ എന്റെ കുട്ടിനെ പാർപ്പിക്കാം, അവിടെ കൊണ്ടേ പാർപ്പിക്കാൻ. ഞാൻ ഹറമിന്റെ പരിസരത്ത് പാർപ്പിച്ചു. അള്ളാഹു ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവേ ഹറമിന്റെ പരിസരത്ത് എന്റെ കുട്ടിനാക്കാന്നാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി അള്ളാഹി നിസ്കാരക്കാരനാക്കണട്ടോ. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനം ഉണ്ടാവും, ആ സ്ഥാപനത്തിൽ നമ്മൾ പരിഗണന കൊടുക്കണ്ട്. നമ്മുടെ കുട്ടിക്ക് പറ്റിയ നല്ല വിദ്യാഭ്യാസമുള്ള സ്ഥാപനം തന്നെ നോക്കണം. ആ നോക്കുന്നതിൽ അവർക്ക് ഇസ്ലാമിക വേഷം ധരിച്ചിട്ടും നിസ്കരിക്കാൻ പറ്റുന്നതും ജുമഅക്ക് പറഞ്ഞേക്കാൻ പറ്റുന്നതുമായ സ്ഥാപനം തെരഞ്ഞെടുക്കണം. ഇത് പറയുമ്പോൾ ചിലർക്ക് നല്ല പ്രയാസം ഉണ്ടാവും. അത് ചെയ്യാത്തതിന്റെ ഫലാണ് രക്ഷിതാക്കളെ തൗഹീദുള്ള മക്കളിൽ നിന്ന് നിരീശ്വരവാദികൾ ഉണ്ടാകാൻ തുടങ്ങി. കാരണം എന്താ അറിയോ, ദീനില്ല, ജുമഅല്ല, ക്ലാസുമില്ല. പിന്നെ അവിടെ എന്താ ഉണ്ടാകുക, ഓരോ ദിവസത്തിനും ആഘോഷം. ഒരാഴ്ചയിൽ റെഡ് ഫെസ്റ്റ്, പിറ്റത്തെ ആഴ്ചയിൽ ബനാന ഫെസ്റ്റ്, പിറ്റത്തെ ആഴ്ചയിൽ ആണും തമ്മിൽ ഫെസ്റ്റ്, പിറ്റത്തിൽ ആണും പെണ്ണും തമ്മിൽ ഫെസ്റ്റ്. നിസ്കാരവും നോമ്പും ദീനും ഒന്നുമില്ലാത്തൊരു സ്ഥാപനത്തിൽ ആവർത്തിച്ച് ഇത് വന്ന് ഓരോ സെമസ്റ്ററിലും ആഘോഷം, ഓരോ കുട്ടിന്റെ ബർത്ത്ഡേക്കും ആഘോഷം, ഓരോ അധ്യാപകന്റെ ബർത്ത്ഡേക്കും ആഘോഷം, ഓരോ സ്ഥാപനത്തിന്റെ ബർത്ത്ഡേക്കും ആഘോഷം. 365 പഠിപ്പുള്ള 200 ദിവസത്തിൽ 100 ദിവസം ആഘോഷം. ആ കുട്ടിക്ക് നാട്ടിൽ വന്ന നിസ്കാരം വെറുപ്പാണ്, ദീന് വെറുപ്പാണ്, ഇസ്ലാമിക വേഷം വെറുപ്പാണ്. പെരുന്നാളിന്റെ ഖുത്ബ ആകെ 25 മിനിറ്റ് ഉണ്ടാകുക, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോണം. അവിടെ ചർച്ച ഉണ്ടായിട്ടൊന്നല്ല, ഇറങ്ങിപ്പോണം. പിന്നെ നാട്ടിൽ നടക്കുന്ന ഗാനമേളക്ക് ഏതെങ്കിലും നാട്ടിലത്തെ ഏതെങ്കിലും മുസ്ലിം പാട്ടുകാരൻ വരുന്നുണ്ട് പറഞ്ഞാൽ 50 മിനിറ്റ് കാത്തിക്കുന്ന അയാൾക്ക് പെരുന്നാൾ ഖുത്ബക്ക് 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങിപ്പോണം. എന്തേ മനസ്സങ്ങനെയായി? നമ്മളെ ക്യാമ്പസുകൾ തെരഞ്ഞെടുക്കുമ്പം ദയവ് ചെയ്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യണം. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ, തെറ്റിനോട് മനുഷ്യന്റെ മനസ്സ് ചായും. യുവത്വ കാലഘട്ടം, വിദ്യാർത്ഥി കാലഘട്ടം പ്രത്യേകിച്ച് അവിടെ മിനിമം നിസ്കരിക്കാൻ നമ്മൾ പോകണം, ചോദിക്കണം. കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റൂലേ, ഇസ്ലാമിക വേഷം പറ്റൂലേ, ഓൾക്കും എന്താ പെൺകുട്ടിയാണ് ആൺകുട്ടിയായിക്കോട്ടെ ജുമഅക്ക് ആ സമയത്തൊന്ന് പോകാൻ അനുവാദം എന്താണ് കേട്ടോ, പറ്റൂലേ, വേറെ സ്ഥാപനത്തിൽ ചേർക്ക സോങ്ങളെ എന്താ മനസ്സിലുണ്ടാണ്ടറിയോ, എന്റെ കുട്ടി ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുമ്പോ ആ കോഴ്സിന്റെ പേരിൽ കാലത്തിനിടക്കെങ്ങാൻ എന്റെ കുട്ടി മരിച്ചാൽ ദീനില്ലാത്ത പടച്ചോൻ ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള കുഫറിന്റെ ചിന്താഗതിയായിട്ട് മരിക്കുന്ന കുട്ടിയാകരുത്. നമുക്കറിയുന്നൊരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 100 ആളെ കൊന്നില്ലേ, ഇസ്ലാമിക ചരിത്രത്തിൽ 100 ആളെ കൊന്നില്ലേ ഒരാൾ.
അദ്ദേഹം പണ്ഡിതനോട് വന്നിട്ട് ചോദിക്കണില്ലേ, ഞാൻ 100 ആളെ കൊന്നു, എനിക്ക് അള്ളാഹ് പുറത്തു തരുമോ? പുറത്തു തരും എന്ന് പറഞ്ഞ പണ്ഡിതൻ അതിന് ശേഷം ഒരു വാചകം പറയുന്നുണ്ട്. എന്താ വാക്കെന്നറിയോ? അതാണ് നമ്മുടെ മനസ്സിലുണ്ടാണ്ടത്. അള്ളാഹ് എനിക്ക് പുറത്തു തരും, പടച്ചോണ്ട് തേടിക്കോ, തൗബ ചെയ്താൽ മതി, ആത്മാർത്ഥ തൗബ ചെയ്താൽ മതി, പിന്നെ കൊലപാതകം നടത്തരുത്. അടുത്ത വാക്കെന്നറിയോ? ഈ നാട്ടിൽ നിന്ന് പോണം. ഈ 101ാമത്തെ കൊലപാതകം നടത്താതെക്കണമെങ്കിൽ, തൗബ ചെയ്തിട്ട് വീണ്ടും തെറ്റ് വരാതെക്കണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പോകണം. വലാ തർജി ഇലാ അർളിക്, പിന്നെ അങ്ങോട്ട് വരരുത്. എന്തേ കാരണം? ഫഇന്നഹാ അർളു സൂ, ഇവിടെ വന്നാൽ വീണ്ടും കേടരും. നമ്മളെ കുട്ടി ഒരു ക്യാമ്പസ് പോണു, എല്ലാ തോന്നിയാസവും പഠിക്കണു, തിരിച്ചു വന്നാൽ ദീനിയാകെ പ്രയാസാണ്. ഞാൻ എന്റെ മക്കളുടെ മക്കളെ ഇപ്പത്തെ ഹരത്തിൽ നമ്മൾ എന്താ തോന്നറിയോ? അവിടെ ഭയങ്കര പഠിപ്പാണ്, അവിടേക്ക് പോണ്ട, കുതിരളിക്കാൻ പറ്റിയ സ്ഥാപനം. നിങ്ങൾ അങ്ങനെ പോയോളോട് ചോദിച്ചോക്കൊണ്ടി ഭാവി എന്തായിക്കണ്. നമുക്ക് ഇപ്പൊ തോന്നുന്നത് അറിയോ? ഇപ്പൊ തോന്നും ജീവിതത്തിൽ പരമാവധി പഠിക്കാതെ പരമാവധി അലമ്പായി ജീവിക്കലാണ് ഹരം. അതിന് പറ്റിയ 4 ചങ്ങായിമാരും 5-4 കൊല്ലത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. 5-4 കൊല്ലത്തെ ജീവിതത്തിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും, പടച്ചോനെ ഒന്നങ്ങോട്ട് പോയില്ലെങ്കിൽ, ഏതായിക്കോട്ടെ സ്ഥാപനം, എന്ത് സ്ഥാപനം ആയിക്കോട്ടെ, നമുക്ക് ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ്, പ്രത്യേകിച്ച് ആൺകുട്ടിയോട് പറയാൻ, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും വ്യത്യാസം വരിക. ബാപ്പ, അമ്മ, വീട്, ദീനി, പള്ളി, ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിവൈകാരികത വരും. ഇപ്പോഴുള്ള മാനസികാവസ്ഥയാവില്ല, നമുക്ക് അതിവൈകാരികത വരും. അന്ന് നമുക്ക് ദീനിനോട് ഇഷ്ടമില്ലാകാത്ത വിധം നമ്മുടെ ക്യാമ്പസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റബോധം കൊണ്ട് പടച്ചോനെ മുന്നിൽ തേങ്ങേണ്ടി വരും. രക്ഷിതാക്കളെ, മക്കൾ പറയുന്ന ക്യാമ്പസും ഒക്കെ നമ്മൾ നോക്കുക. വാപ്പാട് പ്രത്യേകിച്ച് വാപ്പാരെ ഇഷ്ടം കൊണ്ട് പറയണം. വാപ്പാരെ നാട്ടിലത്തെ എല്ലാരും മരുന്നൊടുക്കുന്നതിനെ പറ്റി നമുക്കറിയും. നാട്ടിൽ നടക്കുന്ന പഞ്ചായത്തിന്റെയും നിയമസഭയുടെയും ഇലക്ഷനിൽ വന്ന വോട്ട് വ്യത്യാസം നമുക്കറിയും. ആരൊക്കെയാ വോട്ട്, ഇതൊക്കെ അറിയും. അത്ര സൂക്ഷ്മതയിലെ നോക്കണേ നമ്മളോട്. എടാ, എന്റെ കുട്ടി അവിടെ മഞ്ചേരി കൂടെ ഇങ്ങനെ പോയിട്ട് 2ാം നിലയിൽ 3ാമത്തെ ബ്ലോക്കിലാണെന്നാ തോന്നുന്നത്. അതെന്ത് വാപ്പിയാണ്? ഒരു കൂട്ടരെ അവനാന്റെ ജീവിതത്തിൽ അവനാന്റെ മകൻ എവിടെയാ പഠിക്കുന്നത്, അവിടുത്തെ എന്താണ് അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പെണ്ണുങ്ങളും കുട്ടികളും നോക്കുന്നതാണ്, അതിൽ എനിക്ക് ഇടപാടില്ല. നമ്മളെ പറയരുത് നമ്മളെ വാപ്പിയാണ്. ഉമ്മാരെ, നമ്മളെ കുട്ടി അവനെന്തോ ഓളോളൊക്കെ പാടങ്ങനെ പോയി, ബാംഗ്ലൂരോ എവിടെ, കോയമ്പത്തൂരോ അതോ മൈസൂരോ അല്ല, ഒന്നിച്ചു പോവുക, സ്ഥാപനം നോക്കുക. സ്ഥാപനം നോക്കുക. സംസ്ഥാനങ്ങളിൽ നിയമങ്ങൾ മാറുകയാണ്. ബുദ്ധിയുള്ളവന് പറഞ്ഞ എന്താ മനസ്സിലാവും. സംസ്ഥാനങ്ങളിൽ നിയമങ്ങൾ മാറുകയാണ്. കഴിക്കുന്നത്, ഉടുക്കുന്നത്, പഠിക്കുന്നത് മാറുകയാണ്. നമ്മളെ കുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടണം. നമ്മളെ കുട്ടികള് വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞ കുട്ടികളാകണം. അതിന് നമ്മൾക്ക് പോകണം, പരിശോധിക്കണം, അറിവുകളോട് ചോദിക്കണം. 2 കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, തെരഞ്ഞെടുക്കുന്ന കോഴ്സിന്റെ വരുമാനം ബോധ്യത്തിൽ നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുക. ഏത് അല്ലാഹ് ഹലാലാക്കിയ കോഴ്സ് തിരഞ്ഞെടുത്തോളി. 1000കണക്കിന് 10000കണക്കിന് കോഴ്സ് ഉണ്ട്, ഏതും തിരഞ്ഞെടുക്കുക. ഹറാമായ കോഴ്സുകൾ ഒഴിവാക്കുക. 2, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം ഇന്ത്യക്കകത്താകട്ടെ കേരളത്തിനകത്താകട്ടെ പുറത്താകട്ടെ ധാരണയോടുകൂടി പരിശോധിച്ച് മിനിമം ഇസ്ലാമികമായി ജീവിക്കാനുള്ള സാഹചര്യം ആ സ്ഥാപനങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ചേർക്കരുത്. പരിശുദ്ധ ഖുർആനിലെ ദീനിയായി ജീവിക്കാത്ത ആൾക്കാരെ എന്തുകൊണ്ട് ഞങ്ങൾ ദീനിയായി ജീവിക്കാഞ്ഞത് എന്ന് പരലോകത്ത് മലക്കാൾ ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരം എന്താ അറിയോ? അവരുടെ മറുപടി അവർ പറയും, കുന്ന മുസ്തദ്അഫീന ഫിൽ അർളി, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. എല്ലാത്തൊരു വാക്കാണ്. ഞങ്ങളെ ക്യാമ്പസ് അങ്ങനെ, ഞങ്ങളെ ഞങ്ങൾ പോയ ക്യാമ്പസിൽ അവിടെ ഭയങ്കര പഠിപ്പില്ല, പക്ഷെ ദീനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പഴച്ചോയത്. അള്ളാന്റെ വാക്കെന്താ അറിയാം? ഖാലു, പടച്ചോന്റെ മലക്കാൾ ചോദിക്കാണ്, അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫിഹാ, അള്ളാന്റെ ദുനിയാവിൽ വേറെ എവിടെയൊക്കെ സ്ഥലമുണ്ട്, പോയിക്കൂടെയിരുന്നോ? ഇത് നമ്മളോടുള്ള ചോദ്യമാണ്. നമ്മളെ കുട്ടിയാൾക്ക് ഹിജാബ് ധരിക്കാൻ പറ്റാത്തടത്ത് കൊണ്ടുപോയി ചേർക്കുക. നമ്മളെ കുട്ടിയാൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കുക. നമ്മളെ കുട്ടിയാൾക്ക് ദീന് കേൾക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കുക. അവിടെയാണ് വിദ്യാഭ്യാസം. അതാണ് ഞങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലെ അധ്യാപകനോ ഗവൺമെന്റ് അധ്യാപകനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് തല ജോലി ചെയ്യുന്ന ഒരാളോ ആകുമ്പോഴേക്കും സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയിട്ട് നാട്ടിലറിയപ്പെടുന്ന വലിയ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കുക. ഏത് സ്ഥാപനമായിക്കോട്ടെ, ഏത് നാട്ടിലായിക്കോട്ടെ, അവിടെ ദീനായിട്ടൊരു ബന്ധമല്ലെങ്കിലും ഇസ്ലാമികമായിട്ടൊരു ബന്ധമല്ലെങ്കിൽ കൊണ്ടുപോയി ചേർക്കുക. പിന്നീട് ആ കുട്ടി ലഹരി ഉപയോഗിക്കണോലോ, ദീനിനെ കുറ്റം പറയണോലോ, അവിഹിത ബന്ധമായിട്ട് ബാപ്പാനിമാനിക്ക് വേണ്ടെന്ന് പറയുമ്പം അപ്പൊ
വന്നിട്ട് കരയുന്നൊരവസ്ഥ ഉണ്ടല്ലോ, അതുണ്ടാകരുത് സഹോദരങ്ങളെ. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ തഖുല്ലാഹി ബഅല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് സഹോദരങ്ങളെ. ഞാൻ ഈ പറയുന്നത് ഇനി നമ്മുടെ മഹലിന് വേണ്ടി, ഈ പറഞ്ഞതിന്റെ ബാക്കി എന്നോണം ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് നമ്മുടെ മഹലിന് വേണ്ടി മാത്രമാണ്. നമുക്ക് അള്ളാഹു ഒരുപാട് മക്കളെ തന്നല്ലോ, വിദ്യാർത്ഥികളോട് കൂടി വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിൽ നമ്മൾ മക്കൾക്ക് ഏത് കോഴ്സ് പഠിപ്പിക്കുമ്പോഴും അതിന്റെ കൂടെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഒരു സൗകര്യം നമ്മൾ ചെയ്യണം. ഓൺലൈൻ ആകാം, ഓഫ്ലൈൻ ആകാം. ദീനും കൂടി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ദീൻ പഠിക്കുന്ന കോഴ്സിന് നമ്മൾ ഒരു കുട്ടിനെങ്കിലും വിടാൻ താല്പര്യം നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഞാൻ പറയുന്നത് ശരിക്കും കറക്റ്റാക്കി പറയാണ്. നമുക്ക് 4 മക്കളുണ്ട്. 4 മക്കളെയും നമുക്ക് ഏത് കോഴ്സിലും പറഞ്ഞേക്കാം അള്ളാഹ് അനുവദിച്ച. പക്ഷെ ഒരു കുട്ടിനെങ്കിലും സഹോദരങ്ങളെ ഒരു മനസ്സിലൊരു നീയത്തുണ്ടാകണം. അവർ മതപരമായ പണ്ഡിതന്മാരായി വരണമെന്ന്. അള്ളാഹു അവർക്ക് ജോലി എടുക്കും. നമ്മളൊക്കെ അതിന് സാക്ഷികളാണ്, അനുഭവസ്ഥരാണ്. ഇതെന്തിനാ പറയണമെന്ന് അറിയും? നിങ്ങൾ വെറുതെ ആലോചിക്കുക. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മളെ എടവണ്ണ എന്ന് പറഞ്ഞ പ്രദേശത്തിന്റെ ചുറ്റുഭാഗത്താണ്, ഒരു 50 കിലോമീറ്റർ ചുറ്റുഭാഗത്താണ് ഈ കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരുണ്ടായത്. 50 കിലോമീറ്റർ റൗണ്ടിലാ കേരളത്തിലെ മുഴുവൻ തൗഹീദി പണ്ഡിതന്മാരുണ്ടായത്. കേരളത്തിൽ ഇന്ന് രചിക്കപ്പെട്ട 10,000 പുസ്തകങ്ങൾ ഉണ്ടായത്. കേരളത്തിൽ ഇന്ന് എഴുതപ്പെട്ട തഫ്സീർ നമ്മൾ ഈ പരിസരങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. കേരളത്തിൽ ഇന്ന് നമ്മളൊക്കെ ഹിദായത്തിലേക്ക് വരാൻ കാരണമായ പണ്ഡിതന്മാർ മുഴുവൻ ഉണ്ടായത് ഈ 50 കിലോമീറ്റർ പരിസരത്താണ്. അവിടെ നിൽക്കരുത്. നമുക്കിപ്പോ ജീവനുണ്ട്, നമുക്ക് മക്കളുണ്ട്. സോ ഞാനിത് എന്തിനത് പറഞ്ഞറിയോ? ഒരാളെങ്കിലും അവനാന്റെ കുട്ടികളെ, നമുക്ക് 3 കുട്ടികളുണ്ട്, ഒരു കുട്ടിന്റെ മനസ്സിലെങ്കിലും ചെറുപ്പം മുതൽ, പകുതി മുതൽ ദീനിനോട് ഒരു ദീനി പണ്ഡിതനാകണം. അതോടൊപ്പം അള്ളാഹു ഉറപ്പായിട്ട് ഞങ്ങൾ വരുമാനം തരും. അല്ലാത്ത സ്വാഭാവികമായി മറ്റു കുട്ടികൾക്കോ അവർക്ക് ഓൺലൈനിലൊക്കെ ആയിട്ട് ദീനി പഠിക്കാം. പക്ഷെ ഒരാളെ ദീനിയായി പണ്ഡിതനാകാൻ ഒന്ന് നീയത്ത് വെച്ചു നോക്കൂ. ഞാൻ ഈ ഖുത്ബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രക്ഷിതാവെങ്കിലും തീരുമാനിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് സ്വങ്ങളെ വിദ്യാർത്ഥികളോട് പറയാൻ? നമ്മൾ ചിലപ്പോൾ ദീനിയായ ഒരു കോഴ്സ് എടുക്കും, ബാക്കിയുള്ള കളിയാക്കുമ്പോൾ അഭിമാനത്തിൽ നിന്നോളി. കള്ളുടിക്കണവനെ കളിയാക്കല്ല, കള്ളുടിക്കൂല എന്ന് പറഞ്ഞവനെ കളിയാക്കലുള്ളൂ. ജുമാക്ക് നേരം വൈകിയവനോട് ആരും കളിയാക്കൂല, നേരത്തെ പോകുന്നവനോടെ ഇത് വലിയ മുത്തക്കി എന്ന് പറയുള്ളൂ. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുന്ന കോഴ്സ് നന്നാവുമ്പോഴേ ബാക്കിയുള്ളവർ കളിയാക്കുള്ളൂ. നമ്മൾ തെരഞ്ഞെടുക്കുന്ന കോഴ്സ് നന്നായതുകൊണ്ടാണ് ബാക്കിയുള്ളവർ കളിയാക്കുക. സഹോദരങ്ങളെ മനസ്സിലാലിക്കണം എന്നറിയോ? ഞാൻ പറഞ്ഞ പേര് അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി റഹ്മത്തുള്ളാഹി അലൈഹിം 5 ആൾക്കാർ കേട്ടോ. ഈ 5 ആൾക്കാരെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഓക്കെ, ഈ 5 ആളുകൾ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ല, നമ്മളപ്പാന്റെ കാലത്ത് ജീവിച്ചതല്ല, വർഷങ്ങളുടെ മുമ്പ് ജീവിച്ചവരാണ്. ഈ 5 ആളുകളുടെ കാലഘട്ടത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇവരുടെ പേര് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്? ഇവരുടെ പേരുകൾ നമ്മുടെ മക്കൾക്ക് പലർക്കും ഇടാനുള്ള കാരണം എന്താ? ഒറ്റ കാരണമാണ്, അവർ പണ്ഡിതന്മാരായി, ഇസ്ലാമിക പണ്ഡിതന്മാരെ ചേർത്ത് വായിക്കണമെന്ന് അറിയോ? ഈ 5 ആളുകളുടെ കാലഘട്ടത്തും കോടാനുകോടി സമ്പത്തുള്ള മുതലാളിമാരില്ലേനിയോ? പോലെ പേരാർക്കെങ്കിലും അറിയോ? ഇമാം ബുഖാരിന്റെ കാലഘട്ടത്തെ ഏറ്റവും വലിയ ലോകത്തെ മുതലാളി അറിയോ? എന്തേ അറിയാത്തത്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യനും ഗുരുവാണ്. എന്തേ അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മുതലാളി, അന്നത്തെ ഭരണാധികാരി, എന്തേ അറിയാത്തത്? അറിയോ? യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അറിവുള്ളവനെ പടച്ച ലോകത്ത് മുഴുവൻ ഉയർത്തും. മിമ്പറിൽ കയറുന്നവനെ, അള്ളാഹുവിന്റെ ദീൻ പറയുന്നവനെ, സത്യസന്ധമായി അള്ളാഹുവിന്റെ ആയത്തും ഹദീസും പറഞ്ഞു കൊടുക്കുന്നവനെ, ആളുകളുടെ മുന്നിൽ ഇമാമ് നിൽക്കുന്നവനെ പടച്ചവൻ ഉയർത്തും. ഹറമിലേക്ക് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യന്മാർ വരും. ആരാ ഇമാമുക്ക? സുദൈസ്. എന്താ സുദൈസിയുടെ ഡിഗ്രി? ഭൗതിക ഡിഗ്രി എവിടെ ആയിക്കോട്ടെ, എന്തുകൊണ്ടാ നിൽക്കണ്? പണ്ഡിതനാണ്. നിർത്തും. ആരാ ബാക്കിൽ നിൽക്കേണ്ടി അറിയോ? 10 രാജ്യത്തിലെ മുസ്ലിം ഭരണാധികാരികൾ വന്നാൽ സുദൈസിയുടെ ഈ ഷുറൈമിന്റെ ബാക്കിൽ നിൽക്കണം. ഇമാം സുദൈസ് മിമ്പർമ കയറിയാൽ
താഴെ ഇരുന്നു കേൾക്കണം അദ്ദേഹം പറഞ്ഞ വാചകം. ആര് സൗങ്ങളെ? രാജ്യത്തിന്റെ ഭരണാധികാരി താഴെന്ന് കേൾക്കണം പണ്ഡിതൻ പറയുന്ന വാക്കെന്താണ്. അതിനേക്കാളും വലിയ ശ്രേഷ്ഠത എന്താണ്? അതിനേക്കാളും വലിയ ശ്രേഷ്ഠത എന്താണ്? സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ മനസ്സിൽ അഭിമാനം ഉണ്ടാക്കണം. അഭിമാനം. നമ്മളുടെ ഒരു കുട്ടിയുടെ ഒരു ഖുത്ബ കൊണ്ട്, ഒരു ക്ലാസ് കൊണ്ട്, ഒരു വിജ്ഞാനം കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ബാപ്പാരന്മാരെ പോരെ നമുക്ക്. ആ ഒരൊറ്റ കുട്ടിയെ നമ്മൾ ദീനിയായി പഠിപ്പിക്കുക വഴി നമ്മൾക്ക് സ്വർഗത്ത് പോകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസില്ലേ, നാളെ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ അള്ളാഹു ഒരു ബാപ്പാനിമാനും വിളിക്കും. അവരുടെ തലയിലേക്ക് അള്ളാഹു താജ് മിനൽ ജന്ന, സ്വർഗത്തിന്റെ വലിയൊരു കിരീടം വെച്ചുകൊടുക്കും. സാധുക്കളായ മാതാപിതാക്കൾ നിറക്കണ്ണുമായി അള്ളാഹിനോട് ചോദിക്കും, മാഹാദാ, പടച്ചോനെ, ചിലർക്കൊന്നും ലഭിക്കാത്ത, ചില സഹാബാക്കൾക്ക് ലഭിക്കാത്ത, ചില അമ്പിയാക്കന്മാർക്ക് ലഭിക്കാത്ത സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഈ താജ് മിനൽ ജന്ന, സ്വർഗത്തിന് കിരീടം എന്തേ ഈ നാട്ടിലെ സാധാരണക്കാരായ എനിക്കുന്റെ പെണ്ണുങ്ങൾക്ക് എന്തേ കിട്ടാൻ കാരണം? എന്താ അള്ളാന്റെ മറുപടി? നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ദീൻ പഠിപ്പിച്ചു, നിങ്ങളുടെ പെൺകുട്ടിയെ നിങ്ങൾ ദീൻ പഠിപ്പിച്ചു. അവരാ നാട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഖുർആന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ആൺകുട്ടിയെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. ബാക്കിയുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എനിക്ക് ഇത്ര പൈസ ഉണ്ടായിട്ടും ഇങ്ങനെ വിടുകയാണോ, കളിയാക്കി, നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. അള്ളാഹു സ്വർഗത്തിലെ താജും ദുനിയാവിലെ ദറജാത്തിൽ ഏറ്റവും വലിയ ദറജയും പടച്ചോൻ നമുക്ക് നൽകും. ഇത് ഞാൻ എന്റെ മക്കളോട് ഹൃദയത്തിൽ പറയാൻ. നമ്മൾ ആ വഴി സ്വീകരിക്കും. ഒറ്റാള് മതി. നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ഡിതന്മാർ വരണം. നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ഡിതന്മാർ വരണം. ഇഷ്ടം കൊണ്ട് പറയാ സൗകളെ, ഇഷ്ടം കൊണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പണ്ഡിതനെങ്കിലും വരണം. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാകണം. പടച്ചോൻ ആ കുടുംബത്തിനെ ഏറ്റെടുക്കും. പടച്ചവൻ ആ കുടുംബത്തെ ഏറ്റെടുക്കും. മനസ്സിൽ വിദ്യാർത്ഥികളെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പൈസക്കാരനാണോ? പക്ഷെ നമുക്ക് അദ്ദേഹത്തെ അറിയില്ലേ? അറിവ് കൊണ്ടാണ്, പണ്ഡിതനായതുകൊണ്ടാണ്. ഷാഫി ഇമാമിന്റെ കാലഘട്ടത്തെ മുതലാളിയെ, ഭരണാധികാരിയെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. എന്തേ കാരണം? പണത്തെക്കാളും അധികാരത്തെക്കാളും ഭംഗിയെക്കാളും പടച്ചോൻ ആളുകളുടെ ഹൃദയത്തിൽ കൊടുക്കുക ഇസ്ലാമിക അറിവുള്ള ഒരാളെയാണ്. ആ അറിവുള്ള ആളുകളായി ഒരു കുട്ടിയെങ്കിലും സഹോദരങ്ങളെ നമ്മൾ മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു തയ്യാറെടുപ്പുണ്ടാകണം. ആഗ്രഹം അവരിൽ ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടങ്ങൾ പറയണം. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ മുഴുവൻ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ അവരോട് കേൾക്കാൻ വേണ്ടി പറയണം. അവരുടെ മനസ്സിലും ഇതുപോലെ ആഗ്രഹങ്ങൾ ഉണ്ടാകണം. അവർ നമ്മൾക്ക് വേണ്ടി നാളെ പരലോകത്ത് സ്വർഗത്തിന് വേണ്ടി ശുപാർശ പറയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിലും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ, നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നാഥ ഹിദായത്ത്, സന്മാർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നിങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. നാഥ, നിനക്ക് തൃപ്തിയുള്ള ഹലാലായ വരുമാനമുള്ള ദീനിയായി ജീവിക്കാൻ പറ്റുന്ന നല്ല കോഴ്സുകളും